പരിശുദ്ധ റമദാൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട ചില മസലകൾ അതാണെന്ന് പറയുന്നത്. പല ആളുകളും പല വിഷയം ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി ഇന്നത്തെ സംസാരത്തിലുണ്ടാവും. നോമ്പ് നോൽക്കാൻ സാധിക്കാതെ വന്നു, അത് കലായി, പിന്നെ അത് കലാ വീട്ടൽ, പിന്നെ ചില ആളുകൾ മുദ്ദ് കൊടുക്കൽ. ഇപ്പം ഇന്നലെ നമ്മളെ ഗ്രൂപ്പിൽ ഒരാളുടെ ചോദ്യം അതാണ്, വയറുവേദന. ചെറുപ്പക്കാരനാണ്, പക്ഷേ എന്തോ ഒരു വയറുവേദന വന്നു, ഒരു ദിവസത്തെ നോമ്പ് നോൽക്കാൻ കഴിയാതെ വന്നു. ഞാൻ നോമ്പ് കലാ വീട്ടി അതിന് കൂടെ മുദ്ദും കൊടുക്കണോ എന്നാണ് ചോദ്യം. അയാൾ മുദ്ദൊന്നും കൊടുക്കേണ്ടിയില്ല, അയാളെ കലാ വീട്ടിയച്ചാൽ മതി, അതാണ് അതിന് മറുപടി. അതുകൊണ്ട് തന്നെ അവിടെ ചില വിഷയങ്ങൾ ഒന്നും കൂടി വ്യക്തമായി പറയണം. അതായത് പരിശുദ്ധ റമദാൻ്റെ നോമ്പ്, ഈ നോമ്പ് അത് നോൽക്കാൻ സാധിക്കാതെ വരുന്ന ആളുകൾ, അതിന് കാരണം ഉണ്ടാവും. കാരണം ഉള്ളത് കൊണ്ടാണല്ലോ നോൽക്കാത്തത്. ഈ കാരണം അത് രണ്ട് വിധത്തിലാവും. ഒന്ന്, ആ കാരണം നീങ്ങാത്ത കാരണം. ഉദാഹരണം ഫതുൽമി വായിച്ചു നോക്കാം നമുക്ക്. വയജിബു അലാമൻ അഫ്തറ ഫി റമദാന ലിയുദിരിൻ ലാ യുർജാ സവാലുഹു. റമദാനിൽ ഒരാൾ നോമ്പ് ഒഴിവാക്കുകയാണ്, അയാൾ നോൽക്കുന്നില്ല. എന്താ കാര്യം? ലിയുദിരിൻ, അയാൾക്ക് കാരണമുണ്ട്, കാരണമല്ലാതല്ല. പക്ഷേ എങ്ങനത്തെ കാരണമാണ്? ലാ യുർജാ സവാലുഹു, ആ കാരണം നീങ്ങുന്നത് പ്രതീക്ഷല്ല. ഉദാഹരണം നോക്കുക, കിബരിൻ, വാർദ്ധക്യം. ഇപ്പോൾ വയസ്സായ ആൾ 80 വയസ്സായിക്കണ്, അല്ലെങ്കിൽ 75 വയസ്സായിക്കണ്, ആരോഗ്യം പറ്റെ ക്ഷയിച്ചിട്ടുണ്ട്, നോമ്പ് നോൽക്കാൻ അയാൾക്ക് സാധിക്കൂല. എന്തുകൊണ്ട് സാധിക്കൂല? അയാളെ കാരണം വാർദ്ധക്യം എന്നുള്ളതാണ്. നമ്മളെ പല കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവും, വല്യപ്പാർ വല്യമാരൊക്കെ ഉണ്ടാവും, വയസ്സായവരാണ്. അവർക്ക് നോമ്പ് നോൽക്കാൻ നല്ല ആഗ്രഹമുണ്ട്, റമദാനാകുമ്പം അതിനെ കാത്തിരിക്കുന്ന ആളുകളാണ്. പക്ഷേ നോമ്പ് നോൽക്കാൻ കഴിയില്ല, കാരണം അവർ ആരോഗ്യം സമ്മതിക്കണില്ല, ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, വയസ്സായില്ലേ. നോമ്പ് അവർക്ക് നോൽക്കാൻ കഴിയുന്നില്ല, റമദാനിൽ അവർ നോൽക്കുന്നില്ല നോമ്പ്. എന്താ അതിൻ്റെ കാരണം? വാർദ്ധക്യം എന്നുള്ളതാണ്. ഈ വാർദ്ധക്യം എന്നുള്ള കാരണം ലാ യുർജാ സവാലുഹു, അതിന് മാറൂലല്ലോ. വയസ്സായ ആളിന് ഇങ്ങോട്ട് തിരിച്ച് കുട്ടപ്പനാകുക എന്നുള്ളത്, യുവാവാകുക എന്നുള്ളത് പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ട് നോമ്പ് ഒഴിവാക്കുന്ന ആളുകളാണ് ഇവർ. അവർക്ക് നോമ്പ് നിർബന്ധമില്ല എന്നുള്ളതാണ്. അവരെന്ത് ചെയ്യണം? അവർ ഓരോ ദിവസത്തെ നോമ്പിനും ഒരു മുദ്ദ് എന്ന പ്രകാരം ഒരു മുദ്ദ് കൊടുത്തേച്ചാൽ മതി. അതാണ് നിയമം. അപ്പോൾ അവരുടെ മേൽ നോമ്പ് നിർബന്ധമില്ല. അത്തരം വല്യപ്പാരൊന്നും മരണപ്പെട്ടാൽ അവരുടെ മേൽ നോമ്പാലും കലാവ് കിട്ടാൻ പേരക്കുട്ടികളൊന്നും ഒരുങ്ങും വേണ്ട, കാരണം അവരുടെ മേൽ നോമ്പ് നിർബന്ധമില്ല. അതേസമയത്ത് അവരെ മുദ്ദ് കൊടുക്കണം. ആ മുദ്ദ് ഇപ്പോൾ ഈ റമദാനിൽ ഒരു വല്യപ്പ മരിച്ചു, 25 നോമ്പ് ആയതിനു ശേഷം മരണപ്പെട്ടു എന്ന് വെക്കുക. എന്നാൽ ഈ വയസ്സായ വല്യപ്പ നോമ്പ് നോറ്റിട്ടില്ല, 25 മുദ്ദ് അയാളുടെ ഉത്തരവാദിത്വത്തിലുണ്ട്. ഈ വല്യപ്പ മരണപ്പെട്ടാൽ ആ അദ്ദേഹത്തിൻ്റെ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ അതിന് മുന്നേ നിർബന്ധ ബാധ്യതയുള്ള ഈ മുദ്ദുകൾക്കുള്ള മുതൽ മാറ്റിവെക്കണം. അത് കഴിച്ചിട്ടേ നമ്മളെ അനന്തരക്കാർക്കുള്ള സ്വത്ത് വിഹിതം നടത്താൻ പറ്റൂ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, റമദാൻ നോമ്പ് നഷ്ടപ്പെടുന്ന ആളുകൾ, നോൽക്കാത്ത ആളുകൾ പല രൂപത്തിലാണ്. ഇനി മറ്റൊരു ടീം, അവർ നോമ്പ് നോൽക്കണില്ല, പ്രായമായിട്ടൊന്നുമില്ല, ആളിപ്പോൾ 45 50 തന്നെയാണ്, പക്ഷേ രോഗിയാണ്. പക്ഷേ രോഗം രണ്ട് വിധാകാം. രോഗം മാറും എന്ന് പ്രതീക്ഷിക്കുന്ന രോഗം ഉണ്ടാവും. ചിലത് നമുക്ക് ഈ ഷിഫ പ്രതീക്ഷിക്കപ്പെടുന്നില്ല. സാധാരണയിൽ ഫതുൽമീൻ പറയുന്നു, മറദിൻ ലാ യുർജാ ബുർഉഹു, മാറും, രോഗം ഷിഫപ്പെടും, ഭേദപ്പെടും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നില്ല. അങ്ങനത്തെ രോഗം അത് ഡോക്ടർമാർ പറയണം, ഹാദിക്കായ നല്ല ഡോക്ടർ പറയണം. അങ്ങനത്തെ ഡോക്ടർമാരുടെ വാക്ക് സ്വീകരിച്ചിട്ടേ അത് നമ്മളതിന് വിധി എഴുതുള്ളൂ. ഡോക്ടർമാരാണല്ലോ പോയി പറയാം. അത് അങ്ങനത്തെ വിദഗ്ധന്മാരായ ഡോക്ടർമാർ, ഏതോ ലോക്കലി എന്തോ ശ്രദ്ധയില്ലാത്ത ഒരു ഡോക്ടറിന് പേര് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. എന്തോ പണം കൊടുത്തിട്ടോ അല്ലെങ്കിൽ കോപ്പി അടിച്ചിട്ടോ അങ്ങനെ ആരെങ്കിലും ബിരുദത്തോടോ ബോഡി വെച്ച് അങ്ങനത്തെ ഏതൊരു ഡോക്ടർ പറഞ്ഞൊന്നും കാര്യമില്ല. ഒരു യഥാർത്ഥ അതിലുള്ളൊക്കെ വിദഗ്ധന്മാരായ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഏറെക്കുറയുള്ളതൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, അവർ മതി. അങ്ങനെയുള്ള ഡോക്ടർമാരുടെ ഒരു നിരീക്ഷണത്തിൽ ഈ രോഗത്തിൽ നിന്ന് മോചനം പ്രതീക്ഷയല്ല, നിങ്ങൾ ഈ മരുന്ന് കുടിക്കണം, ഇതൊന്നും കുടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം, ഇല്ലെങ്കിൽ ഒന്നും കൂടി പ്രയാസമാകും എന്ന് നമ്മോട് പറഞ്ഞാൽ, അപ്പോൾ ആൾ ചെറുപ്പക്കാരനാണ്, പക്ഷേ രോഗിയാണ്, ഈ രോഗം മാറും എന്ന് പ്രതീക്ഷയില്ല. അപ്പോൾ നമ്മൾ ഡയാലിസിസ് രോഗികളൊക്കെ ഉണ്ടാവും. ഡയാലിസിസ് രോഗികൾ അത് സാധാരണ അതിന് മടക്കം അപൂർവമായ കേസായിരിക്കും. അവരെ ഡയാലിസിസ് തുടർന്ന് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിനൊന്നൊരു മടക്കം പ്രതീക്ഷിക്കപ്പെടുന്നില്ല. ഇങ്ങനത്തെ രോഗിക്ക് ആ രോഗിൻ്റെ മേൽ നോമ്പ് നിർബന്ധമില്ല എന്നാണ്. അയാളും അവരുടെ മേലെന്താണ്? മുദ്ദുല്ലി കുല്ലിയോമിൻ, കണ്ടോ, മിൻഹു, റമദാൻ എന്നുള്ള ഓരോ ദിവസത്തെ നോമ്പിനും ഒരു മുദ്ദ് അയാൾ കൊടുത്തേച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ നടപ്പിലുള്ള കൂടുതൽ വാലിബായ ഭക്ഷണം, നമ്മുടെ നാട്ടിലൊക്കെ അരിയാണ്. അപ്പോൾ ഒരു മുദ്ദ് അരി ഒരു നോമ്പിന്. അപ്പോൾ 25 നോമ്പാണോ 25 മുദ്ദ് ഇത് അവർ കൊടുക്കാൻ. അവർ നോമ്പ് കലാവ്, അവരുടെ മേൽ നോമ്പ് നിർബന്ധമല്ല, അതുകൊണ്ട് നോമ്പ് കലാവ് വീട്ടുക എന്നുള്ളൊരു കേസ് അവരുടെ മേലില്ല, ഇത് കൊടുത്തേച്ചാൽ മതി. ബിലാ കലാഇൻ, അവരുടെ മേൽ നോമ്പ് കലാവ് വീട്ടുക എന്നുള്ള സംഭവമല്ല. വൈൻ കതിറ അലൈഹി ബാദു, റമദാൻ്റെ ശേഷം ഒരു ഉദാഹരണം പറയാം,
അവർ നോമ്പ് നോൽക്കാൻ കഴിവുള്ള അവസ്ഥയ്ക്ക് മടങ്ങി വന്നു നോക്കുക. ഇപ്പോൾ വല്യപ്പ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 80 വയസ്സായ വല്യപ്പ അവിടെ കിടക്കുന്ന ആളാണ്. വടിയും കുത്തിപ്പിടിച്ചൊക്കെ നടക്കാനും കൂടി പറ്റാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ എന്തോ പെരുന്നാളൊക്കെ കഴിഞ്ഞു, ആളിങ്ങോട്ട് സജീവമായി, എന്തോ ഒരു ഉദിപ്പുണ്ട് വന്നു. പിന്നെ ആക്കണ് ഉഷാറായി നടക്കണ്, അങ്ങനെ നമ്മൾ പറയല്ലോ. ഇപ്പം പോവും, നാളെ മണ്ണിൻ്റെ അടിക്കെത്തുമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ ആളതാക്കണ് പിന്നെ സജീവമായിട്ട് വരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ റമദാനിൽ അയാൾ നോമ്പ് നോറ്റിട്ടില്ലല്ലോ, മുദ്ദിൻ്റെ ആളാണ്. പക്ഷെ ഇപ്പം ആരോഗ്യവാനായല്ലോ. അത് കരുതിയിട്ട് അയാൾ നോമ്പ് ഖളാ വീട്ടേണ്ട ആവശ്യമില്ല. കാരണം ആ സമയത്ത് അയാളുടെ മേൽ നിർബന്ധമായിട്ടില്ല. അതാണ് ഇനി അവിടെ കാരണം ലി അന്നഹു ഗൈറു മുഹാത്തബിൻ ബി സൗമി, അവർ നോമ്പ് കൊണ്ട് കൽപ്പിക്കപ്പെടാത്ത ആളുകളാണ്. ഫൽ ഫിദിയത്തു ഫി ഹഖ്ഖിഹി വാജിബത്തുൻ ഇബ്തിദാഅൻ ലാ ബദലൻ. അപ്പം നമുക്കൊക്കെ റമദാനാകുമ്പം സാധാരണ ഒരു ആരോഗ്യവാന്മാരും ബുദ്ധിയും ഈ ശുദ്ധിയൊക്കെ ഉള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാകുന്നത് പോലെ ഈ പ്രായം കൊണ്ട് അങ്ങേ തലക്കെത്തിയ വല്യപ്പാരും രോഗം ഭേദം പ്രതീക്ഷിക്കപ്പെടാത്ത നിത്യരോഗികളായി ആ രൂപത്തിൽ മാറിയ ആളുകൾക്കും റമദാൻ 1 അവർക്ക് മുദ്ദിങ്ങനെ നിർബന്ധമാകുന്ന അവസ്ഥയാണുള്ളത്. മുദ്ദ് കൊടുത്തേച്ചാൽ മതി. ഇനി സാധാ രോഗികൾ, സാധാരണ നോർമൽ കേസിലായിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു വയറുവേദൻ്റെ കേസ്, തറാവീഹ് കഴിഞ്ഞതാണ്, എന്നിട്ടും അങ്ങാടിക്ക് അറിഞ്ഞതാണ്, ആജാതി കുൽക്കി സർബത്ത് അവിടെ അടിച്ച് പിന്നാണ്. പല വെള്ളം ഉണ്ടല്ലോ, എന്തൊക്കെ പേരിലാണ്, ആത്മാവേപ്പോ പിന്നെ എന്തൊക്കെ പേരിലാണ്, ആ പേരൊന്നും പറയാൻ പറ്റില്ല. എന്തൊക്കെയാണ് ആ വെള്ളത്തിലിടണമെന്നും പറയാൻ പറ്റില്ല. അത്തരം വെള്ളമൊക്കെ കുടിക്കണം, ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ വർഷം പലയിടത്തത് കുറഞ്ഞു, നമ്മൾ ആരോഗ്യത്തിൻ്റെ ആളുകളൊക്കെ ശ്രദ്ധിച്ചു. മറ്റത് കഴിഞ്ഞ വർഷവും എന്നാലും ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ഒരുപാട് വെള്ളങ്ങളാണ്. ഈ വെള്ളം കുടിച്ച് പിന്നെ ശക്തമായ വയറുവേദന, പിറ്റേന്നും വയറുവേദന, പിന്നെ ഡോക്ടർക്ക് പോകണം, മരുന്ന് കുടിക്കണം, ഇങ്ങനെല്ലാം കൂടി വന്നു. അപ്പോൾ ഇതൊരു പ്രത്യേകം ഇപ്പം ഉണ്ടായ രോഗമാണ്. അപ്പോൾ ആ രോഗം അത് 2 ഗുളിക കുടിച്ചാൽ മാറും ഉറപ്പ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ആ നോമ്പ് നഷ്ടപ്പെട്ടു, അവരത് ഖളാ വീട്ടി വെച്ചാൽ മതി, അല്ലാതെ അതിന് മുദ്ദില്ല. അതേ സമയത്ത് ഈ നിർബന്ധമുള്ള നോമ്പ് അടുത്ത റമദാൻ്റെ മുന്നേ ഖളാ വീട്ടി പോകണം. കാരണം കൂടാതെ പിറ്റത്തെ കൊല്ലം റമദാനും കഴിഞ്ഞ് പിന്തിച്ചാൽ ആ പിന്തിച്ചതിൻ്റെ പേരിൽ മുദ്ദ് കേസ് വേറെ വരും. അതേ സമയത്ത് ഈ സാധാരണ അവസ്ഥയിലുള്ള ഇങ്ങനെയുള്ള രോഗങ്ങൾ നമ്മൾക്കുണ്ടാകുന്ന അതിൻ്റെ പേരിൽ നോമ്പ് ഖളാ ആയാൽ അവർ ഖളാ വീട്ടിയാൽ മതി, അവർക്ക് ഫിദിയൊന്നും ഇല്ല എന്നതാണ് അതിൻ്റെ മസല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അവിടെ തന്നെ ഏതോ ചില പ്രായമുള്ള വല്യപ്പാരോ മറ്റോ അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് രോഗി, അങ്ങനത്തെ ആളുകളൊന്നും ഇതിന് മുതിരേണ്ടതില്ല. ഇസ്ലാം നമുക്ക് തന്ന അളവുകൾ നമ്മളെടുത്ത് ജീവിച്ചാൽ മതി. അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അള്ളാഹ് നിങ്ങളോട് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ നുസ്റ, നിങ്ങൾ ഇടങ്ങേറാകണത് അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. പിന്നെന്തിനാ നമ്മൾ ഇങ്ങനെ പ്രായമുള്ളവരൊക്കെ ക്ഷീണം തടിക്കും നല്ല ഉള്ളപ്പം തന്നെ ഞാൻ നോമ്പ് നോൽക്കാന്ന് പറഞ്ഞ് വരണ്ട. പിന്നെ അങ്ങനത്തെ ഒരു നോമ്പിന് നമ്മൾ ഒരുമ്പെട്ടാൽ അതുകൊണ്ട് വേറെ രോഗം വരികയാണ് ചെയ്യുക. ഇനി അത് അവിടെ ഇരിക്കട്ടെ, എന്നാലും റമദാനല്ല മക്കളെ, ഒരു നോമ്പെങ്കിലും വല്യപ്പ നോൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാരുണ്ടാവും. അങ്ങനെ ഏതോ വല്യമ്മ നോമ്പ് നോറ്റാൽ അവരോട് പറയാനുള്ള അതിന് മുതിരേണ്ടെന്നാണ്. പക്ഷെ അങ്ങനെ ചെയ്തു എന്ന് വെക്കുക, എന്നാൽ ആ ദിവസത്തെ മുദ്ദില്ല, കാരണം അയാൾ നോമ്പ് നോറ്റല്ലോ. ആ നിലയ്ക്ക് അതിനെ പരിഗണിക്കപ്പെടുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്. ഡയാലിസുള്ള രോഗികൾ അവരൊന്നും ഇതിന് മുതിരരുത്. അവർക്കുള്ള ഇളവുകൾ അത് ആ രൂപത്തിൽ ജീവിക്കലാണ് അള്ളാഹു റസൂൽ ഇഷ്ടപ്പെടുന്നത്. അഥവാ നോമ്പ് നോറ്റു, അവർക്ക് നിർബന്ധമല്ല, നോറ്റാൽ ആ മുദ്ദിൻ്റെ ഫിദിയ എന്നുള്ളതും ഇല്ല. അപ്പോൾ 2-3 കാര്യം. അഥവാ ഈ റമദാൻ മാസമാകുമ്പം ഈ മുദ്ദ് മസാലയും പല ചർച്ചയാണ്, പല ആളുകൾക്കും സംശയം ഉണ്ടാവും. കാരണം നോമ്പ് നഷ്ടപ്പെട്ടാൽ മുദ്ദ് നിർബന്ധം ഖുർആനിലുള്ളതാണ്, ഹദീസിൽ റസൂല പഠിപ്പിച്ചതാണ്. അത് നന്നായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേസമയത്ത് നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞ ഏതോ നോമ്പ് നഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ മുദ്ദ്, അങ്ങനെ ഒന്ന് ഇല്ല. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ വേറൊരു ചോദ്യം, അത് തറാവീഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. തറാവീഹ് നിസ്കാരത്തിന് തറാവീഹ് എന്നുള്ള പേര് എന്ത് എന്നുള്ളതാണ്. ഇപ്പോൾ വിത്ർ നിസ്കാരത്തിന് അത് ഒറ്റയായിട്ട് അവസാനിപ്പിക്കുന്നത് കൊണ്ട് വിത്ർ എന്നുള്ളതാണ്. ളുഹാ നിസ്കാരം ളുഹാൻ്റെ സമയത്താണ്. ആ സമയത്ത് ഈ തറാവീഹ് നിസ്കാരം അത് എന്താണ് അതിന് ആ പേര് വെക്കാൻ കാരണം എന്നുള്ളതാണ്. ഫത്ഹുൽ മുഈനിൽ തന്നെ കാണാം അതിന് തറാവീഹ് എന്ന് പേര് വെക്കാൻ കാരണം മഹാന്മാരായ സ്വഹാബാക്കളൊക്കെ അവർ 2 റക്അത്തൊക്കെ നിസ്കരിച്ചിട്ട് സുമ്മിയത്ത് തറാവീഹ് എന്ന് അതിന് പേര് വെക്കപ്പെടാൻ കാരണം കാനു യസ്തരീഹൂൻ, അവർ 2 റക്അത്ത് തറാവീഹ് നിസ്കരിച്ച് അല്പം ഒന്ന് വിശ്രമിക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഹറമിൽ അവിടെ പടിഞ്ഞ് കിടക്കും എന്നുള്ളതല്ല. ഒരു ഖുർആൻ ഓതിയെ അല്ലെങ്കിൽ ദിക്ർ ചൊല്ലിയെ, മക്കത്താണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ തവാഫ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് വിശ്രമിക്കുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് റാഹത്തെടുത്ത് നിസ്കരിക്കുന്ന നിസ്കാരമായിരുന്നു. ഇതാണ് തറാവീഹ്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലിപ്പോൾ അത് പിന്നെ ഇടങ്ങേറ് പിടിച്ച നിസ്കാരം പോലെ അയക്കണം. ഒരു റാഹത്തും ഇല്ല, തിരക്ക് ശ്വാസം മുട്ടുന്ന രൂപത്തേക്കാകുന്നുണ്ട്. അതിനൊക്കെ മാറണം. സ്വഹാബത്തിൻ്റെ ചര്യ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് ആ നിസ്കാരത്തിന് തറാവീഹ് എന്ന് പേര് വന്നത് എന്ന് നമ്മുടെ ഫത്ഹുൽ മുഈനിൽ തന്നെ വ്യക്തമായി കാണാൻ പറ്റും.